പ്രൈവറ്റ് ഹോസ്പിറ്റൽ സ്വകാര്യ ആശുപത്രികളിലെ നഴ്സുമാരുടെ സമരം ഇപ്പോൾ ഏതാനും ദിവസങ്ങളായി, കുറച്ച് ദിവസങ്ങളായിട്ടുള്ളൂ, നടക്കുകയാണ്. ഈ സമരം യഥാർത്ഥത്തിൽ നിയമപരമാണോ അല്ലയോ എന്നുള്ളതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കാനിട വന്നു. ഞാനിതിനെക്കുറിച്ചുള്ള ന്യൂസുകളും ഒക്കെ കണ്ടു, വാർത്തകളും ഒക്കെ കണ്ടു. അപ്പോൾ ഈ സമരം തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ആദ്യം ഒരു ടോക്കൺ സ്ട്രൈക്ക് എന്നുള്ള നിലയ്ക്ക് അവർ ഒരു നോട്ടീസ്, ടോക്കൺ സ്ട്രൈക്ക് നടത്തുകയാണ്. ഒരു ദിവസത്തേക്കുള്ള ടോക്കൺ സ്ട്രൈക്ക് എന്നുള്ള നിലയ്ക്കാണ് സെക്രട്ടേറിയറ്റിനടുത്ത് എന്തോ ഒരു പ്രതിഷേധത്തിന് പോകണം എന്നുള്ളതാണ് ആശുപത്രികളിൽ പറഞ്ഞത്. അവർ പെർമിറ്റ് ചെയ്തു, സ്വകാര്യ ആശുപത്രികളൊക്കെ പെർമിറ്റ് ചെയ്തു. അവർ കാരണം ഇപ്പം ഞാനും ഈ നേഴ്സുമാരോടൊപ്പം തന്നെയാണ്. കാരണം അവർക്ക് നല്ല ശമ്പളം കിട്ടണം, സാധാരണ ഡീസൻ്റായിട്ട് ജീവിക്കാനുള്ള, അന്തസ്സായിട്ട് ജീവിക്കാനുള്ള ഒരു ശമ്പളം അവർക്ക് കിട്ടണം. വേണ്ടാന്ന് ഞാൻ ഒരിക്കലും പറയില്ല. പക്ഷെ ഇവിടെ ഈ ഒരു ദിവസം ഇതിന് നോട്ടീസ് കൊടുത്തു. എന്നിട്ട് അതിനുശേഷം ചെയ്ത പണി എന്താണ്? പിന്നെ വന്ന് അവർ ജോലിക്ക് ജോയിൻ ചെയ്തില്ല. പലരും ഏതാണ്ട് കുറച്ച് ആളുകളെ വീതം അവശ്യ സർവീസിലേക്ക് വേണ്ടി അങ്ങോട്ട് ആശുപത്രിയിലേക്ക് വിടുക. ഇവർ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ആശുപത്രികളുടെ പ്രവർത്തനങ്ങളെല്ലാം താളം തെറ്റും. അപ്പോൾ ഇത് ഈ മേഖലയിൽ ഇത് ചെയ്യാൻ പാടുള്ളതാണോ? എന്നിട്ട് അതിനുശേഷം ഞങ്ങൾ സമരത്തിലാണ് എന്ന് പിന്നെ നോട്ടീസ്. ഒരു 14 ദിവസം മുമ്പ് നോട്ടീസ് കൊടുത്ത് മര്യാദയ്ക്ക് സമരം ചെയ്യുന്നതിന് പകരം ചെയ്യുന്ന പണിയായത്. അത് സഹോദരിമാരെ, നിങ്ങൾക്ക് കിട്ടിയ ഈ അഡ്വൈസ് എന്ന് പറയുന്നത് വളരെ തെറ്റാണ്. ഇത് നിയമവിരുദ്ധമാണ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങൾ ചെയ്യുന്നത്. ഇതൊക്കെ നിങ്ങൾക്കെതിരെ എസ്മയൊക്കെ പ്രയോഗിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ മാത്രമല്ല, പിന്നെ നിങ്ങൾ ആശുപത്രിയിൽ ഇതുപോലെ ബഹളം ഉണ്ടാക്കുകയും ആശുപത്രി ജോലിക്ക് കയറുന്ന മറ്റ് നേഴ്സുമാരെ തടയുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അതിൽ പിന്നെ പോലീസൊക്കെ ഇടപെടേണ്ടതായിട്ട് വരും. ആശുപത്രികൾ പോലീസ് പ്രൊട്ടക്ഷനും ഒക്കെ പോവും. ഇതിപ്പോൾ നിങ്ങൾ ആരോടൊക്കെതിരെയായി സമരം ചെയ്യുന്നതെന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. നിങ്ങൾ സമരം ചെയ്യുന്നത് ഗവൺമെൻറ് അല്ലേ? സ്വകാര്യ ആശുപത്രികളിൽ നേഴ്സുമാരുടെ ശമ്പളം എത്ര വേണം എന്ന് ഫിക്സ് ചെയ്യുന്ന ഗവൺമെൻറ്റാണ്. അല്ലാതെ സ്വകാര്യ ആശുപത്രികൾക്കല്ല ഇപ്പോൾ അതിനുള്ള പവർ ഉള്ളത്. അപ്പോൾ ഗവൺമെൻറ്റിനെതിരെ നിങ്ങൾ സമരം ചെയ്യണം, തെറ്റില്ല, ഒന്നുമില്ല. അതിന് പകരം നിങ്ങളിപ്പോൾ ആർക്കെതിരെയാണ്? നിങ്ങൾ രോഗികൾക്കെതിരെയാണ് സമരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ നാട്ടിലെ ജനങ്ങൾക്കെതിരെയാണ് നിങ്ങളിപ്പോൾ സമരം ചെയ്യുന്നത്. അപ്പോൾ ഇനി ഇത് വളരെ വല്ലാത്ത ഒരു രീതിയിലേക്ക് മാറും കേട്ടോ. ഇപ്പോൾ ആശുപത്രികളിൽ ഇപ്പോൾ സർജറി വേണം, അടിയന്തരമായിട്ടുള്ള സർജറിയൊക്കെ നടത്തണപ്പോൾ നേഴ്സുമാരുടെ പ്രസൻസ് ഇല്ലാതെ, നിങ്ങളുടെ സഹായമില്ലാതെ ഇത് ചെയ്യാൻ പറ്റത്തില്ല. അതേപോലെ തന്നെ ഓപ്പറേഷൻ കഴിഞ്ഞ പേഷ്യൻസ് ഉണ്ട്, സർജറി കഴിഞ്ഞ പോസ്റ്റ് ഓപ്പറേറ്റീവ് കെയർ, അവിടെ നിങ്ങളുടെ സേവനമില്ലാതെ പറ്റത്തില്ല. ജീവൻ തന്നെ അപകടത്തിലാവത്തില്ലേ ആളുകളുടെ? ഇപ്പോൾ എന്താണെന്നറിയാം, അവശ്യ സർവീസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ അങ്ങോട്ട് തീരുമാനിക്കും. ഡോക്ടർ പറയും ഇപ്പോൾ ഈ പേഷ്യൻറ്റിന് വലിയ ബുദ്ധിമുട്ടാണ്, വളരെ പ്രശ്നമുള്ളതാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉടനെ പറയുന്നത് എന്താ? നിങ്ങൾ തീരുമാനിക്കും, നേഴ്സുമാർ തീരുമാനിക്കും അത് ആവശ്യമാണ്, സർവീസാണോ അല്ലയോ എന്നുള്ളത്. എന്നിട്ട് ആളിനെ വിടാമെന്ന്. ഈ രീതിയിലുള്ള വർത്തമാനമെന്ന് പറയുന്നത് ശരിയാണോ? ചിന്തിക്കണം. ഇപ്പോൾ ഒരു ആശുപത്രിയിലാണെന്നുണ്ടെങ്കിൽ ഒരു ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ അർജൻറ്റായിട്ട് നടത്താനും അവസാനം എന്താ, അവിടെ ഈ നേഴ്സുമാരില്ല. അത് അയാളുടെ ജീവൻ തന്നെ വെച്ചുള്ള കളിയല്ലേ. അതുപോലെ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞ ഒരു പേഷ്യൻ്റ് കിടക്കുന്നു, അയാളെ നോക്കാൻ ആളില്ല, എന്തു ചെയ്യും? നേഴ്സുമാരില്ലാതെ നടക്കും ഇത്? അതൊക്കെ അയാളുടെ ജീവൻ വെച്ച് കളിക്കുന്നതല്ലേ. വളരെ നിരാശരായിട്ട് ആശുപത്രികളിൽ ഇരിക്കുന്ന ആളുകളെ ഇന്ന് TV-യിൽ, മാധ്യമത്തിൽ കാണാനിടയായി, ന്യൂസിൽ കാണാനിടയായി. അപ്പം ഞാൻ ആലോചിച്ചത്, അവരിന്ന് പറയുന്നു ഇവിടെ നിന്ന് ഇനിയിപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇവിടെ എടുക്കുന്നില്ല, കാരണം ഇവിടെ ആളില്ല എന്ന് പറയുന്ന, നേഴ്സുമാരില്ല. മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകാൻ പറയുന്നത്, അവിടോട്ട് കൊണ്ടുപോകണം. അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ കയറാൻ പോലും സ്ഥലമില്ല. ആ രീതിയിലായി, ബത്തപ്പാടായി. നല്ലൊരു ഭാഗം ട്രീറ്റ്മെൻറ്റ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ സ്വകാര്യ ആശുപത്രികളിൽ തന്നെയാണ്. കാരണം നമുക്ക് മെഡിക്കൽ കോളേജിലും അതുപോലെ തന്നെ മറ്റ് ഈ ഗവൺമെൻറ് ആശുപത്രികളിലും ഒക്കെ നോക്കുമ്പോൾ, താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ഹോസ്പിറ്റലോ അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലോ ജനറൽ ഹോസ്പിറ്റലോ അതേപോലെ തന്നെ മെഡിക്കൽ കോളേജുകളോ നോക്കുമ്പോൾ അതിനേക്കാഴൊക്കെ എത്രയോ ഇരട്ടി ആളുകളെ നോക്കുന്ന സ്ഥാപനങ്ങളാണ് സ്വകാര്യ ആശുപത്രികളിൽ എന്ന് പറയുന്നത്. അവിടെ നല്ല ട്രീറ്റ്മെൻറ്റ് ആളുകൾക്ക് കിട്ടും, ആളുകൾ അങ്ങോട്ട് പോവും. പാവങ്ങളെ അങ്ങോട്ട് പോകുന്നത് കുറേ ബുദ്ധിമുട്ട് വരും, കാരണം അതുപോലെ പണച്ചിലവുള്ള കാര്യമാണ്.
പാവങ്ങളെ അത് നല്ലതുമാണ്. പണമുള്ളവൻ സ്വകാര്യ ആശുപത്രിയിലേക്ക് പോകുമ്പോൾ കൂടുതൽ പാവങ്ങൾക്കും സാധാരണക്കാർക്കും ഒക്കെ മെഡിക്കൽ കോളേജിലും അതുപോലെ തന്നെ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിലും പോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവും. അപ്പോൾ അതൊരു വലിയ സേവനം തന്നെയാണ് ഈ സ്വകാര്യ ആശുപത്രികൾ നടത്തുന്നത്, അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ വളരെ ബുദ്ധിമുട്ടാണ്. ഇപ്പം തന്നെ കണ്ട് ഒരു ഹോസ്പിറ്റൽ നടത്തുന്ന ഒരു ഡോക്ടർ വളരെ യഥാർത്ഥത്തിൽ വളരെ സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി നടത്തുന്ന ഒരു സ്ഥാപനം നടത്തുന്ന ഒരു ഡോക്ടറാണ്. അദ്ദേഹത്തിൻ്റെ പടമൊക്കെ പൊക്കി കാണിച്ചുകൊണ്ട് ഉള്ള അനാവശ്യങ്ങളൊക്കെ വിളിച്ചു പറയുകയാണ്. ഇത് നിങ്ങൾ ചിന്തിക്കണ്ടേ ഇത് എന്താണെന്ന്? ഇത് ചിന്തിക്കുന്ന നിങ്ങൾ നോക്കണം. ഫ്ലോറൻസ് നൈറ്റിംഗേലിൻ്റെ പേരിലുള്ള പ്രതിജ്ഞ എടുത്തുകൊണ്ട് കയറിയേക്കുന്നവരാണ് നിങ്ങൾ നേഴ്സുമാർ. അങ്ങനെയാണ് നിങ്ങൾ പാസ് ഔട്ട് ആകുമ്പോൾ നിങ്ങൾ ആ രീതിയിൽ ഈ ഇൻഡക്ഷൻ നിങ്ങളെ അതിലോട്ട് ഇറങ്ങി വരുന്നത്. ഇത് കഴിഞ്ഞതിന് ശേഷം എന്തെന്നറിയോ, നിങ്ങൾ ഇതുപോലുള്ള പണി കാണിച്ചാലോ? നിങ്ങൾക്ക് സമൂഹത്തിനോടൊരു പ്രതിബദ്ധത വേണ്ടേ? സമൂഹത്തിലെ രോഗികളെന്ന് പറയുന്നവരെ നിങ്ങളുടെ ഒരു ഭാഗമായിട്ട് തന്നെ വേണ്ട കണക്കാക്കാൻ. ആർദ്രതയും കാരുണ്യവും അല്ലേ നിങ്ങളുടെ മുഖ്യമന്ത്രിയായിട്ട് വേണ്ടത്? ശമ്പളം വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ അന്വേഷിച്ചറിഞ്ഞപ്പോൾ ഒരു വളരെ പ്രമുഖമായ ഒരു ആശുപത്രി കൊടുക്കുന്ന സാലറി, സ്റ്റാർട്ടിംഗ് പേ ഒരു നേഴ്സിന് ആദ്യം കൊടുക്കുന്ന സാലറി എന്ന് പറയുന്നത് 30,419 രൂപയാണ് മന്ത്ലി സ്റ്റാർട്ടിംഗ് സാലറി. ഇത് വർഷാവർഷം കൂടും. ഒരു 10 വർഷമൊക്കെ സർവീസുള്ള ഒരു നേഴ്സിന് 40,000-ന് മുകളിൽ പ്രതിമാസം ശമ്പളം കിട്ടുന്നുണ്ട്, വരുമാനമുണ്ട്. അതത്ര മോശമായ തുകയൊന്നുമല്ല. ഒരു ഡ്രൈവറുടെ ശമ്പളം ആലോചിച്ച് നോക്കിക്കോളൂ. ഡ്രൈവറുടെ ശമ്പളം ഒന്നും വേണ്ട. നമ്മൾ KSRTC കാണുന്നുണ്ടല്ലോ, KSRTCയിൽ ഡെയിലി ബേസിന് ജോലി ചെയ്യുന്ന ഡ്രൈവർമാരുണ്ട്. അവരുടെ സാലറി എത്രയാണെന്ന് നിങ്ങൾക്കറിയുമോ? അവരുടെ സാലറി, അതായത് ഒരു ഡ്യൂട്ടി 1.5 ഡ്യൂട്ടി എടുത്തു കഴിഞ്ഞാൽ അവർക്ക് ദിവസം ഒരു 1,300 രൂപ ശമ്പളം കിട്ടും ദിവസം. ഇതാണ് അവരുടെ സാലറി. 1.5 ഡ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര എന്നറിയാമോ? 12 മണിക്കൂർ. ഈ 12 മണിക്കൂർ ഡ്യൂട്ടി എടുത്താൽ കിട്ടുന്ന പണമാണ് ഞാൻ ഈ പറഞ്ഞത്. എന്തുമാത്രം കഷ്ടപ്പാടാണെന്ന് ആലോചിച്ച് നോക്കിയുള്ള അവരുടെ കാര്യം. അങ്ങനെയുള്ള സർവീസിലുള്ള ഒരുപാട് ആളുകളുണ്ട്. ഈ കിട്ടുന്ന ശമ്പളം അത്ര മോശമായ ശമ്പളമല്ല. ഇപ്പോൾ ഗവൺമെൻറ് തീരുമാനിച്ചതിനേക്കാൾ ശമ്പളം കൊടുക്കുന്ന ആശുപത്രികൾ ഒരുപാടുണ്ട്, വലിയ ഹോസ്പിറ്റലുകളുണ്ട്. ഇനി നിങ്ങൾ സമരം ചെയ്ത് ഗവൺമെൻറ്റിനെ കൊണ്ട് നിങ്ങൾ കൂടുതലാക്കിക്കോളൂ കുറച്ച്. അല്ലെങ്കിൽ ഇവരുമായിട്ട് ഹോസ്പിറ്റലുമായിട്ട് ഒരു നോട്ടീസ് കൊടുത്തിട്ട് മര്യാദയ്ക്ക് സംസാരിച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടെയൊക്കെ ശമ്പളം കൂടി കിട്ടത്തില്ലേ? അതിന് പകരം അവിടെ വെളിയിൽ കുത്തിയിരുന്ന് ഈങ്കിലാവും വിളിച്ച്, ഞാൻ പറഞ്ഞില്ലേ, ഈ 10-22 വയസ്സൊക്കെ ഉള്ള പെങ്കൊച്ചുങ്ങളൊക്കെയാണ് ഇതേപോലെ സീനിയർ സിറ്റിസണായ ഒരു ഡോക്ടറുടെയൊക്കെ പടവും പൊക്കി കാണിച്ചിട്ട് തെറി പറയുന്നതും അനാവശ്യം പറയുന്നതും. ആ രീതിയിലേക്ക് ഇത് പോയി നമ്മുടെ സമൂഹം അധപ്പതിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണ്. ഞാൻ പണ്ട് കേട്ടിട്ടുണ്ട്, നിങ്ങളുടെ യുണൈറ്റഡ് നേഷൻസ് അസോസിയേഷൻ UNA എന്ന് പറയുന്നത് ഒരാൾ MBBS പാസ്സായ ഒരാൾ, ആ പേരൊന്നും ഞാൻ പറയുന്നില്ല, എന്ന് പറയുന്നത് MBBS കഴിഞ്ഞതാ, പാസ്സായോന്നും പോലും എനിക്ക് അറിഞ്ഞൂടാ. ഏതായാലും അങ്ങനെയുള്ള ഒരാൾ, അത് പത്രത്തിലൊക്കെ എല്ലാ മാധ്യമങ്ങളിലും വന്നതാണ്. ഞാൻ സർവീസിലുള്ളപ്പോൾ തന്നെ ഉള്ളതാണ് ആ സംഭവം. അയാൾ ഈ നേഴ്സുമാരെ ഏതാണ്ട് 1 ലക്ഷത്തോളം നേഴ്സുമാരുണ്ട്. അവരുടെ കയ്യിൽ നിന്നൊക്കെ ഒരു മാസം 500 രൂപ വീതം അങ്ങ് വാങ്ങിക്കും. എന്തായാലും സംഘടിപ്പിച്ച് ഉണ്ടായി. അവസാനം എന്തോന്നറിയോ, അയാളുടെ പേര് പോലീസ് കേസായി, ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചു, CBI അന്വേഷണത്തിലെത്തി. പിന്നെ കേസിൻ്റെ ബാക്കി എന്താണെന്ന് എനിക്കറിയില്ല, എന്താ സംഭവിച്ചേക്കുന്നത് എനിക്കറിയില്ല. എന്തായാലും അങ്ങനെയുള്ള ഉണ്ട്. അതായത് നിങ്ങളെ പറ്റി തിന്ന് അട്ടകളെപ്പോലെ നിങ്ങളെ കടിച്ച് പറ്റി തിന്നുന്ന ആളുകളുണ്ട് നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ. നിങ്ങളങ്ങനെ തെറ്റിദ്ധരിക്കപ്പെടരുത്. നിങ്ങൾക്ക് സമൂഹത്തിനോടൊരു ബാധ്യതയുണ്ട്. അല്ലാതെ ഈ സമരം ചെയ്യുന്ന വേറെ ജോലി ചെയ്യുന്നവരെ പോലൊന്നും അല്ല നിങ്ങൾ ചെയ്യേണ്ടത്. ബാക്കി ഏത് ജോലി ചെയ്യുന്നവർക്കും സാങ്കേതികമായിട്ടുള്ള ആ രീതിയിൽ ജോലി ചെയ്താൽ മതി. പക്ഷെ നിങ്ങൾക്ക് അങ്ങനല്ല. ഒരു സാമൂഹ്യ പ്രതിബദ്ധത വേണം, ആർദ്രത വേണം മനസ്സിൽ. ഒരു രോഗി, ഇനി ഒന്ന് ആലോചിച്ച് നോക്കിയുള്ളൂ, ഇനിയിപ്പോൾ ഉണ്ടാകാൻ പോകുന്ന ഒരു സംഭവം ഞാൻ പറയാം. അത് കുറേ പേര് എന്നെ വിളിച്ചു, അതായത് രോഗികളുടെ ആളുകളായ എന്നെ വിളിച്ച, സാറേ ഇത് എന്ത് ചെയ്യണം, ആശുപത്രികൾ ഇപ്പോൾ ഇങ്ങനായി. ശരിയാണ്. അപ്പോൾ ഇതെന്താണെന്നറിയോ, അവസാനം അവർ ഇനി ഒരു തീരുമാനം എടുക്കും. വേറെ ഒരു നിവൃത്തിയില്ലാതെ വന്നാൽ ഈ വെളി കുത്തിയിരിക്കുന്ന നിങ്ങളുണ്ടല്ലോ, അവിടുന്ന് കണ്ടം വഴി ഓടേണ്ട ഗതികേട് വരും. നാട്ടുകാർ കയറി അടിക്കും നിങ്ങളെ. അതാ സംഭവിക്കാൻ പോകുന്നത്. ഒരു നിവൃത്തിയില്ലാതെ വരുമ്പം ആരെങ്കിലും ഒന്ന് മരിക്കട്ടെ. എവിടെ? ഇത് നിങ്ങളുടെ അനാസ്ഥ കൊണ്ട്, അല്ലെ നിങ്ങൾ ജോലിക്ക് വരാത്തത് കൊണ്ട്, നിങ്ങൾ ജോലിയിൽ നേഴ്സിനെ പ്രവേശിപ്പിക്കാൻ സമ്മതിക്കാത്തത് കൊണ്ട്,
നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒന്നുമല്ല എൻ്റെ മാഗ്നിറ്റ്യൂഡ്. ഇനി നിങ്ങൾക്കെതിരെ എസ്മ പ്രയോഗിക്കപ്പെടും. അതുപോലെ പോലീസ് പ്രൊട്ടക്ഷൻ ഹോസ്പിറ്റൽസ് പോയാൽ അത് കിട്ടും. അത് വലിയ പ്രശ്നമാണ്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇത് അത്ര ചെറിയൊരു കാര്യമല്ല. ഒന്നാമത് നിങ്ങളുടെ സമരം ഇല്ലീഗലാണ്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. അതൊന്നും മനസ്സിലാക്കണം, തിരിച്ചറിയണം. ഈ സ്ഥാപനങ്ങൾ, ഒരു ആശുപത്രി എന്നൊക്കെ പറയുന്നത് കെട്ടിപ്പടുക്കുക എന്ന് പറയുന്നത് എളുപ്പമുള്ളൊരു കാര്യമല്ല. വലിയ ഹോസ്പിറ്റൽസൊക്കെ, ഒരുപാട് വലിയ നമ്മുടെ മെഡിക്കൽ കോളേജിനെ കഴിയും വലിയ ആശുപത്രികളുണ്ട്, വലിയ പ്രസ്ഥാനങ്ങളുണ്ട്, ഒത്തിരി ഹോസ്പിറ്റൽസ് ഉണ്ട്. അങ്ങനെ ഇപ്പോൾ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, അതുപോലെ തന്നെ ആസ്റ്റർ മെഡിസിറ്റി, പിന്നെ കിംസ് ഹോസ്പിറ്റൽസ് എന്നൊക്കെ പറയുന്ന യഥാർത്ഥത്തിൽ കോർപ്പറേറ്റ്സ് ആണ് അതൊക്കെ. അങ്ങനെയുള്ള ഹോസ്പിറ്റൽസ് ഒരുപാടുണ്ട്. ഇങ്ങനെയുള്ള മിംസ് ഇതേപോലെയൊക്കെ ഉള്ള ആശുപത്രികളുള്ളപ്പോൾ അവരുടെ സേവനമൊന്നും കുറച്ച് കാണാൻ പറ്റത്തില്ല. കാരണം വലിയ സൂപ്പർ സ്പെഷ്യാലിറ്റി ഉള്ള എല്ലാ വിധത്തിലുള്ള ഈ സൂപ്പർ സ്പെഷ്യാലിറ്റി ഒക്കെ ഉള്ള ഹോസ്പിറ്റൽസാണ് ഇതൊക്കെ. അവർ വലിയ സേവനമാണ് ചെയ്യുന്നത്. ഈ സ്ഥാപനം കെട്ടിപ്പടുക്കുമ്പോൾ അതിനെ തകർക്കുക എന്ന് പറയുന്നത് നിങ്ങൾ ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്നതിന് തുല്യമാണ്. അത് നിങ്ങൾ ആലോചിക്കണം. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ നിങ്ങളോടൊപ്പമാണ്. നിങ്ങൾക്ക് സാലറി വേണം, വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇപ്പം ഞാൻ ഈ മനസ്സിലാക്കിയിടത്തോളം ഇപ്പം നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഹോസ്പിറ്റൽസിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതെല്ലാ ആശുപത്രിയിലും ആക്കണം. അങ്ങനെയുള്ള ഹോസ്പിറ്റൽസിൻ്റെ നിങ്ങൾ സമരം ചെയ്തോളൂ. ഇവിടെയൊക്കെ എന്നൊക്കെ പറയുന്നത് നിങ്ങൾക്ക് നല്ല സാലറി തരുന്നതാണ്. അതിന് എന്തെങ്കിലും ചെറിയൊരു ഇൻക്രീസ് ഒക്കെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ തരും മനസ്സോടുകൂടി. അല്ലാതെ അവർ തെറി പിടിക്കുകയോ അവിടെ അക്രമം കാണിക്കുകയോ അല്ല ചെയ്യേണ്ടത്. നിങ്ങൾ ഗുണ്ടാ സംഘങ്ങളായിട്ട് അതപ്പതിക്കരുത്. ഗുണ്ടാപ്പണിയല്ല നേഴ്സിൻ്റെ പണി എന്ന് പറയുന്നത്. നിങ്ങൾ വിളിക്കുന്ന ആ മുദ്രാവാക്യങ്ങളൊക്കെ ഞാൻ കേട്ടു. ആ ഒരു പെങ്കൊച്ചൊക്കെ ഇരുന്ന്, ഞാൻ പറഞ്ഞ 10-22 വയസ്സൊക്കെ ഉള്ളതാണ് ഇതുപോലുള്ള ആളുകളെയൊക്കെ വിളിക്കുന്ന, ഇതുപോലുള്ള അനാവശ്യങ്ങളൊക്കെ പറയുന്നതുമൊക്കെ. ഇതൊന്നും നല്ല കാര്യമല്ല. നമ്മുടെ ഈ ഇന്നത്തെ ആ രീതിക്ക് പറ്റിയതുമല്ല. നിങ്ങൾ തിരിച്ചറിയണം, നേരെ ചൊവ്വേ നടക്കണം. അതാണ് വേണ്ടത്. ഒരു കാരണവശാലും ഇരിക്കുന്ന കൊമ്പ് മുറിക്കരുത്. ഇപ്പം നിങ്ങളതാ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളെ പിരിച്ചുവിട്ടാൽ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ ഒക്കത്തില്ല. കാരണം അൺഓതറൈസ്ഡ് ആബ്സൻസ് ആണ് നിങ്ങളത്. സമരം ഇല്ലീഗലാണ്. സ്ട്രൈക്ക് ചെയ്യാൻ പാടില്ലെന്ന് ഞാൻ പറയുന്നില്ല. നിയമപരമായിട്ട് നിങ്ങൾക്ക് സമരം ചെയ്യാം, നോട്ടീസ് കൊടുക്കണം, എന്നിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ തോന്നിവാസം പോലൊന്നും സമരം ചെയ്യാനൊന്നും ഒക്കത്തില്ല, അതിന് നിയമമില്ല. അപ്പോൾ നിങ്ങളെ പിരിച്ചുവിട്ടാൽ ഒന്നും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തില്ല. പുതിയ ആളുകളെ അപ്പോയിൻ്റ് ചെയ്യുക. ഒരുപാട് പേര് ജോലി കിട്ടാതെ നിൽക്കുന്ന ആളുകളൊക്കെ ഉണ്ട് കേട്ടോ. എൻ്റെ അടുത്ത് എന്നൊക്കെ എത്രയോ പേര് ഇതിന് ജോലിയൊക്കെ ചോദിച്ചു വന്നിട്ടുണ്ട്. ഞാൻ പല സ്ഥലങ്ങളിലും അവരൊക്കെ എനിക്കറിയാവുന്നിടത്തൊക്കെ ഞാൻ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. അവരെ അങ്ങനെയൊക്കെ ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട്. നേഴ്സുമാരെന്ന് പറയുന്നവർ സമൂഹത്തിന് വേണ്ടത് തന്നെയാണ്. നിങ്ങൾ എടുത്തേക്കുന്ന പ്രതിജ്ഞ നിങ്ങൾ ഒരു നിമിഷം ഒന്ന് ഓർക്കുക. എന്നിട്ട് അതനുസരിച്ച് നിങ്ങളൊന്ന് ജീവിക്കാൻ പഠിക്കുക, പ്രവർത്തിക്കാൻ പഠിക്കുക. നിങ്ങളെ ഈ അനാവശ്യ സമരം ഉണ്ടല്ലോ, നിങ്ങളത് കൊണ്ടു നടക്കരുത്. സമരം ചെയ്യേണ്ടവർക്കെതിരെ നിങ്ങൾ സമരം ചെയ്തോളൂ. ചെയ്യേണ്ടാത്തവർക്കെതിരെ നിങ്ങൾ സമരം ചെയ്യരുത്. നിങ്ങളെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കാൻ, ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളെപ്പറ്റി തിന്നുന്ന ഒരുപാട് പേരുണ്ട്. അതിൻ്റെ കുറേ ആളുകൾ, വിരലിലുണ്ടാകുന്ന ആളുകൾ, അവർ പറയുന്നത് കേട്ടുകൊണ്ട് നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഇറങ്ങരുത്. സഹോദരിമാർ ശ്രദ്ധിക്കുക, അതുപോലെ പ്രവർത്തിക്കുക.